ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഒരിക്കൽ കൂടി എഴുന്നേൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോയാലും യേശുവിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല എന്ന്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ നാളും ആ നാഴികയും സംബന്ധിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. ആ നാള്, ആ നാഴിക, അത് പിതാവായ ദൈവം മാത്രം അറിയുന്ന നാഴികയാണ്. പിതാവായ ദൈവം മാത്രം അറിയുന്ന നാളാണ്. അടുത്ത വാക്യം, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. എൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അനേകം പ്രവചനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ നാവിൽ നിന്ന് തന്നെ കർത്താവ് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം.
അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ നാൾ വരുമ്പോൾ അനേകരും കൈവിടപ്പെട്ടു പോകും. കാരണം അനേകരും ഈ ലോകത്തിലേക്ക് മാത്രം നോക്കി ജീവിക്കുകയാണ്. ഈ ലൗകികമായ കാര്യങ്ങളിൽ ഇടപെട്ട് ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കാതെ ആത്മീയ കാര്യങ്ങളൊന്നും തലയിടാതെ ഇന്ന് അനേകരും ഒരു പൊത്തുപുറത്ത് ജീവൻ നയിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ, ഞാൻ രണ്ടാമത് വരുമ്പോൾ പലരും കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ, ജാഗരൂകരായിട്ടിരിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നുണ്ട്, ഓർത്തുകൊള്ളുവിൻ, ഞാൻ എല്ലാം മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർത്തുകൊള്ളുവിൻ, മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്. എന്തിനാണ് കർത്താവ് മുമ്പ് കൂട്ടി പല പ്രവചനങ്ങളും നമ്മളോട് പറയുന്നത്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്, മുന്നറിയിപ്പുകൾ തരുന്നത്, പല അടയാളങ്ങൾ തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ? നാം ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. നാം അലസരായിട്ടിരിക്കാൻ പാടില്ല, നമ്മൾ അശ്രദ്ധരായിട്ടിരിക്കാനും പാടില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ? എൻ്റെ മരണവും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എൻ്റെ ഉൽപ്രാപണവും എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല, പിതാവ് മാത്രം അറിയുന്ന കാര്യമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ നാളും നാഴികയും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പലർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്, ഇല്ലെങ്കിൽ പഠിക്കേണ്ട വാക്യമാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവ് തന്നെ ഉൽപ്രാപണത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായൊരു ഭാഗമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകേണ്ടതായ അനേക വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. രോഗങ്ങളായിട്ടോ, കുടുംബത്തിലെ അംഗങ്ങളുടെ വേർപാടായിട്ടോ, കടമായിട്ടോ, ഭാരങ്ങളായിട്ടോ, പ്രയാസങ്ങളായിട്ടോ, അത്യാഹിതങ്ങളായിട്ടോ, അങ്ങനെ പലവിധ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ നിങ്ങളാരും കലങ്ങിപ്പോകരുത് മക്കളെ എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. മാത്രമല്ല അവൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിലും വിശ്വസിക്കണമെന്ന്. ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിലും വിശ്വസിക്കണം, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കണം. ദൈവം സ്വന്തം മകനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നില്ലേ? സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നില്ലേ? അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായ വേദപുസ്തകം, അതെല്ലാം വായിക്കുമ്പോൾ വിശ്വാസം വരണം. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ തളരുകയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഈ അടുത്ത് ഞാനൊരു മരണ വീട്ടിൽ ചെന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ആ മരണം സംഭവിച്ചത്. വെറും 52 വയസ്സ് മാത്രം പ്രായമുള്ളതായ യൗവനക്കാരൻ. പ്രിയമുള്ളവരെ, 25 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് വേല തുടങ്ങിയത്. എൻ്റെ ദേശത്തായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് അറ്റാക്ക് വന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ സൈലൻ്റ് അറ്റാക്കിലൂടെ അദ്ദേഹം വേർപെടുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്കുക, യേശുവിൽ ആശ്രയിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ സങ്കടകരമായ കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അളിയൻ ആ വീട്ടിൽ തന്നെ രോഗിയായിട്ട് കിടക്കുന്നുണ്ട്. മാരകമായ രോഗമാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് പിരിഞ്ഞത്. അദ്ദേഹത്തിന് മാരകമായ ക്യാൻസർ രോഗമാണ്, യൗവനക്കാരനാണ്. പക്ഷേ കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ അളിയനായ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന വ്യക്തിയാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആ കടന്നുപോയ വ്യക്തിയുടെ ഭാര്യ അവർ പറയുകയുണ്ടായി, എൻ്റെ കർത്താവായ യേശുവിനെ ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന്. എന്തൊരു വിശ്വാസമാണ്, എന്തൊരു പ്രത്യാശയാണ് പ്രിയമുള്ളവരെ. ആ വ്യക്തിക്ക് അറിയാം തൻ്റെ ഭർത്താവിനെ ഇനിയും കാണാൻ പറ്റുമെന്ന്. തൻ്റെ ഭർത്താവ് കർത്താവിനോട് കൂടെയാണെന്ന് ആ വ്യക്തിക്ക് അറിയാം. ആ വിശ്വാസത്തിൽ ആ സഹോദരി പറയുകയാണ്, എൻ്റെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന്. അതിൻ്റെ അർത്ഥം കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ്. എന്തൊരു പ്രത്യാശയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായിരിക്കണം. നമ്മൾ യേശുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. യേശുവിൻ്റെ വചനം കേട്ട് ജീവിതം സമർപ്പിച്ചവരാണെങ്കിൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഏറ്റവും മേൽത്തരമായതാണ് കർത്താവ് ഒരുക്കുന്നത്. തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന 1 തെസലോനിക്കർ 4 അധ്യായം 14 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന മറ്റൊരു വാക്യമുണ്ട്. ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തുമെന്ന്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിദ്ര കൊണ്ടവരെയും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെയും യേശുവിനോടൊപ്പം വരുത്തുമെന്ന്
അവിടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നാം ഒരുങ്ങിയിരിക്കണം. നമ്മൾ യേശുക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ മരിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിനൂടെ ആകുവാനുള്ള മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നോക്കൂ, യേശു ഇരിക്കുന്നിടത്ത് നമ്മളെയും ഇരുത്തുമെന്നാണ് കർത്താവ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കർത്താവ് വീണ്ടും വരുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. മറ്റൊരു ഭാഗത്ത് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനൊരു വാക്യം കൂടി പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോളുമെന്ന്. ഒരു ക്രിസ്ത്യാനിക്ക് ആശ്വസിക്കാനുള്ള ഏറ്റവും വക തരുന്നതായ വചനമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം അതിന് ഒരുങ്ങിയോ? നാളുകളായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് നോക്കി പാർത്തിരിക്കുന്ന നാം ശരിയായിട്ട് ഒരുക്കമുള്ളവരാണോ? യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അന്ന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. കർത്താവ് ദേവാലയ നാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് ദേവാലയത്തെ നോക്കി പറഞ്ഞപ്പോൾ, ഒലിവ് മലയിൽ ചെന്ന് മറ്റാരുമില്ലാതിരിക്കെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അതെപ്പോൾ സംഭവിക്കും? മാത്രമല്ല, ദേവാലയനാശം എപ്പോൾ സംഭവിക്കുന്നത് മാത്രമല്ല, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഈ 3 ചോദ്യങ്ങളാണ് കർത്താവിനോട് ശിഷ്യന്മാരെ ചോദിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലാണ്. അത് ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? AD 30 കർത്താവിനോട് ആ ശിഷ്യന്മാർ ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ഒരാഴ്ച മുമ്പുള്ള സമയം, തലേ ആഴ്ചയിൽ കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ ദേവാലയം നശിക്കുന്നത് എപ്പോഴാണ്? നിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണ്? ഈ ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ്? എന്നാൽ കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷം AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ടൈറ്റസ് കൈസറുടെ നേതൃത്വത്തിൽ റോമാക്കാർ വന്ന് ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. ആ പ്രവചനം അപ്പോൾ നിറവേറുകയുണ്ടായി. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങൾ ഒന്നൊന്നായിട്ട് പറയുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ അടയാളം കള്ളക്രിസ്തുക്കൾ എന്നുള്ളതാണ്. യേശുവിൻ്റെ പേരെടുത്ത് അനേകർ വന്ന് അനേകരെ തെറ്റിക്കുവാൻ തക്കവണ്ണം കള്ളക്രിസ്തുക്കളുടെ വരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. രണ്ടാമത്തെ അടയാളം യുദ്ധങ്ങളും യുദ്ധശ്രദ്ധികളും രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതിനെക്കുറിച്ച്, ഭൂകമ്പത്തെക്കുറിച്ച്, ക്ഷാമത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. മൂന്നാമത്തെ അടയാളം വിശ്വാസികൾക്ക് നേരിടുന്നതായ പീഡയെക്കുറിച്ചാണ് പറയുന്നത്. ഉപദ്രവം നേരിടും, വിശ്വാസികൾക്ക് ഉപദ്രവം നേരിടും, അവരെ പലരും കൊല്ലുമെന്ന് അവിടെ മുന്നറിയിപ്പായിട്ട് കർത്താവ് പറയുകയാണ്. അതൊരു അടയാളമായിട്ടാണ് കർത്താവ് പറയുന്നത്. നാലാമത്തെ അടയാളം കള്ളപ്രവാചകന്മാരും. അഞ്ചാമത്തെ അടയാളം അധർമ്മം പെരുകുന്ന ലോകത്തെക്കുറിച്ചുമാണ് കർത്താവ് പറയുന്നത്. ആറാമത്തെ അടയാളം വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ്. അനേകരും ഇടറിപ്പോകുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അനേകരും പകയ്ക്കുമെന്നതിനെക്കുറിച്ചും അനേകരുടെയും സ്നേഹം തണുത്തു പോകുന്നതിനെക്കുറിച്ചും പറയുന്നു. വിശ്വാസത്യാഗം, അനേകരും വിശ്വാസം വെടിയുമെന്ന്, ക്രിസ്തുവിനോടുള്ള സ്നേഹം തണുത്തു പോകുമെന്ന്, തമ്മിലുള്ള സ്നേഹവും തണുത്തു പോയി അനേകരും ഇടറിപ്പോവുകയും ഒറ്റുകയും ചെയ്യുമെന്ന്. പിന്നെ ഒരു അടയാളമാണ്, ഏഴാമത്തെ അടയാളമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകമൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമെന്നുള്ളതായ അടയാളം. എന്നിട്ടാണ് പറയുന്നത് അവസാനം വരുമെന്ന്. അപ്പോൾ അവസാനത്തിന് മുമ്പ് ഈ ഭൂലോകമൊക്കെയും രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമെന്ന് കർത്താവ് അടയാളമായിട്ട് പറഞ്ഞു. എട്ടാമത്തെ അടയാളമാണ് നമ്മുടെ ചിന്താവിഷയം. അതും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 15 വാക്യമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ, അതിൻ്റെ അർത്ഥം ആരായട്ടെ എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം അന്വേഷിക്കട്ടെ. എന്താണ്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് ഒരു അടയാളം കർത്താവ് പറയുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ചോദിച്ച ശിഷ്യന്മാരോട്, ലോകാവസാനത്തെക്കുറിച്ച് ചോദിച്ച ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ വരും എന്നാണ് ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ സെഖരിയ പ്രവാചന പുസ്തകത്തിൽ പറയുന്നു തുമ്പുകെട്ട ഇടയനെന്ന്. ഫൂളിഷ് ഷെപ്പേഡ് എന്നാണ് പറയുന്നത്, തുമ്പുകെട്ട ഇടയൻ. മാത്രമല്ല വെർത്ത്ലെസ് ഷെപ്പേഡ് എന്നും കൂടെ പറയുന്നുണ്ട്. തുമ്പുകെട്ട ഇടയൻ, ആടുകളെ കൊന്നു തിന്നുന്ന, കവർന്നു കളയുന്ന, ആടുകളെ നാനാവിധമാക്കി കളയുന്ന തുമ്പുകെട്ട ഇടയനെന്ന് സെഖരിയ പ്രവാചന പുസ്തകത്തിൽ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അധർമ്മമൂർത്തി എന്നാണ് പറയുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും എന്ന് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട് എതിർ ക്രിസ്തു എന്ന പേരാണ് പറയുന്നത്. യോഹന്നാന്റെ ലേഖനങ്ങളിൽ മാത്രമാണ് എതിർ ക്രിസ്തു എന്നുള്ള പേര് അവിടെ പറയുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവനെ വിശേഷിപ്പിക്കുന്നത് മൃഗമെന്നാണ്. മൃഗം, മഹാസർപ്പമായ സാത്താൻ, അധികാരവും സിംഹാസനവും പദവികളെല്ലാം കൊടുത്തു നിൽക്കുന്നതായ, ശക്തിയെല്ലാം കൊടുത്തു നിൽക്കുന്നതായ ഒരു മൃഗം എന്നാണ് അവിടെ പറയുന്നത്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. യേശു ഒറ്റ വാക്കിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക്, യഹൂദിയയിലുള്ളവർ, യഹൂദന്മാരോടാണ് പറയുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത് യഹൂദന്മാരോടാണ്. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മലകളിലേക്ക് ഓടിപ്പോകട്ടെ. എന്തിന്? വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. എന്തുകൊണ്ട്? വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. എന്തുകൊണ്ട്? ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. കർത്താവ് മുന്നറിയിപ്പായിട്ട് പറയുകയാണ്, അയ്യോ ശീതകാലത്തിൽ ആ ഓടിപ്പോക്ക് വരല്ലേ, ശബ്ബത്തിൽ ആ ഓടിപ്പോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവർ? അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് അതിനുള്ള ഉത്തരമുള്ളത്. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, മഹോപദ്രവകാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തികൾക്ക് പോലും സഹിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ കഷ്ടമുണ്ടാകുമെന്ന്. എന്നിട്ട് അടുത്ത വാക്കുകൾ പറയാണ്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ആ നാളുകൾ ചുരുങ്ങിയില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്നുള്ള വ്രതന്മാർ, അന്ന് ജീവനോടെയുള്ള വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആരാണ് ഈ വ്രതന്മാർ? മഹോപദ്രവകാലത്തെ വിശുദ്ധന്മാർ നിമിത്തം എന്നാണ് പറയുന്നത്. മഹോപദ്രവകാലത്തെ വിശുദ്ധന്മാരാണ് വ്രതന്മാർ. അതിനു മുമ്പ് ഉൽപ്രാവണം സംഭവിക്കാമെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. ദൈവത്തിന് മഹത്വം. ഈ മഹോപദ്രവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം സംഭവിക്കാമെന്ന്. പ്രിയമുള്ളവരെ, ആ നാളുകൾ ചുരുങ്ങില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടാൻ പറ്റാത്ത വണ്ണം അത്ര വലിയ മഹോപദ്രവമാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചന പുസ്തകത്തെ ആധാരമാക്കിയാണ് കർത്താവ് പറയുന്നത്. ദാനിയേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. BC 690 പ്രവചനമാണ് ദാനിയേൽ പ്രവാചന പുസ്തകത്തിലെ പ്രവചനം. വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അവൻ ആരാണ്? വരുവാനിരിക്കുന്ന പ്രഭു എന്ന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക്, ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ 7 വർഷങ്ങൾ എന്നാണ്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷങ്ങൾ. ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. അതിന്റെ അർത്ഥം ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഹനനയാഗം ആ സമയത്ത് ഉണ്ടാകും, ഭോജനയാഗം ഉണ്ടാകും. എന്നാൽ സ്വന്തമായിട്ട് ദേവാലയമില്ലാത്ത ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണ് യാഗം കഴിക്കുന്നത്? പ്രിയമുള്ളവരെ, അവൻ നല്ലൊരു ഓഫർ കൊടുക്കും. സാത്താന്റെ അധികാരമുള്ളതായ, സാത്താന്റെ ശക്തിയുള്ളതായ ഒരു ഭരണത്തലവനാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ഇസ്രായേലിന് അവൻ വാഗ്ദാനം നൽകും.
സ്വന്തം ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവൻ വാഗ്ദാനം കൊടുക്കും. മാത്രമല്ല അവർക്ക് ആലയം പണിയുവാൻ, ദേവാലയം പണിയാനുള്ള അനുമതിയും ഇവൻ ഏർപ്പാടാക്കി കൊടുക്കും. ഒന്നാമത്തെ ദേവാലയം ശലോമൻ രാജാവാണ് പണി കഴിപ്പിച്ചത്. അത് BC 960 എന്നാൽ നെബൂഖദ്നേസർ രാജാവ്, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് ആ ദേവാലയം തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഈ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതായ യഹൂദന്മാർ അന്നത്തെ ഗവർണറായ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ ദേവാലയം പണിയുന്നുണ്ട് BC 536. അത് BC 19 മഹാനായ ഹെരോദ രാജാവ് അത് റിനോവേറ്റ് ചെയ്ത് അത് മനോഹരമാക്കുകയുണ്ടായി. ആ ദേവാലയം AD 70 റോമാക്കാർ വന്ന് നശിപ്പിച്ചു കളയുകയുണ്ടായി. എന്നാൽ 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം സ്വന്തമായിട്ട് രാജ്യമില്ലാതിരുന്ന ഇസ്രായേൽ മക്കൾക്ക് 1948 ഒരു രാജ്യം ലഭിച്ചതിന് ശേഷവും ഇന്ന് വരെ ദേവാലയം പണിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് ദേവാലയം ഇല്ല. ആ ദേവാലയ മല 35 ഏക്കർ വിസ്തൃതിയുള്ളതായ സ്ഥലമാണ്. അവിടെ ഇന്ന് ഒരു മുസ്ലിം പള്ളിയാണ്. ഡോം ഓഫ് ദി റോക്ക് എന്നറിയപ്പെടുന്നതായ പാറമേലെ താഴികക്കുടം എന്നറിയപ്പെടുന്നതായ ഒരു മുസ്ലിമുകളുടെ ഒരു ആരാധനാലയമാണ് അവിടെ ഇപ്പോഴുള്ളത്. മാത്രമല്ല ആ യെരുശലേം ദേവാലയം ഇരിക്കുന്നതായ ആ മലയിൽ അൽ അക്സ എന്ന് പറയുന്നതായ ഒരു ദേവാലയവും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മെക്കയും മെദീനയും കഴിഞ്ഞാൽ ഇസ്ലാം മതക്കാർക്ക് ഏറ്റവും പുണ്യ സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ആരാധനാലയമാണ് ഈ അൽ അക്സ എന്ന് പറയുന്നതായ ദേവാലയം. പിന്നെ എങ്ങനെയാണ് ദേവാലയ മലയിൽ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ഒരു ദേവാലയം പണിയുന്നത്? അപ്പോഴാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ വരവ്. അവൻ ഒരു ഓഫർ കൊടുക്കുന്നത്, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും നിങ്ങൾക്കൊരു ദേവാലയവും ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ വരുന്നത്. അവിടെ അവൻ വന്ന് ദേവാലയം പണിയാനുള്ള അനുവാദം കൊടുത്തതിന് ശേഷം പറയുന്ന ഭാഗമാണ് ദാനിയേൽ പ്രവാചക പുസ്തകം. ഇപ്പോൾ നമ്മൾ വായിച്ചത് 9 അധ്യായം 27 വാക്യം വായിക്കാം. അവർ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറിയന്മേൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളുമായിട്ട് സ്ഥാപിച്ചതായ ഉടമ്പടി അവൻ ലംഘിക്കും. 7 വർഷത്തേക്കുള്ള ഉടമ്പടിയാണ്. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ ആ ഉടമ്പടി അവൻ ലംഘിക്കും. എന്നിട്ട് അവൻ ഈ യാഗങ്ങളെല്ലാം നിർത്തലാക്കും. ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. എന്നിട്ട് മ്ലേച്ഛതകളുടെ ചെറിയന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ നാശയോഗ്യൻ്റെ നാശത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസാണ് നാശയോഗ്യനും അധർമ്മമൂർത്തിയും എന്നിവന് പേരിട്ടത്. അവൻ്റെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് അവൻ സ്വന്തം രൂപത്തിൽ ഒരു പ്രതിമ സ്ഥാപിക്കും. അത് ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കും. അവൻ ആരാധന ആവശ്യപ്പെടുമെന്നാണ് പിന്നീട് ദാനിയേൽ പ്രവാചക പുസ്തകങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചക പുസ്തകം 11 അധ്യായം 31 വാക്യം വായിക്കാം. അവനയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധമന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്യും. നിരന്തര ഹോമയാഗം അവൻ നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ അവൻ പ്രതിഷ്ഠിക്കും വിശുദ്ധ സ്ഥലത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ എന്ന് പറയുന്നത്. ഇതെല്ലാം ദാനിയേൽ പ്രവാചക പുസ്തകത്തിലുണ്ട്. അവൻ സകലരെയും അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. സകലരും അവനെ നമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13 അധ്യായം 8 വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും ഇവനെ നമസ്കരിക്കുമെന്ന്. ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 12 അധ്യായം 11 വാക്യം കൂടി വായിക്കാം. ദാനിയേൽ പ്രവാചക പുസ്തകം 12 അധ്യായം 11 വാക്യം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചൊല്ലും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും
ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. പ്രിയമുള്ളവരെ, 3.5 വർഷക്കാലത്തെ പീഡ. ആ സമയത്താണ് മഹോപദ്രവകാലം, ഉഗ്രമായ പീഡയിലൂടെ ജനം കടന്നു പോകുന്നത്. ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞു, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യനാഴികയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും യേശുവിൻ്റെ രണ്ടാമത്തെ വരവും ഉൽപ്രാപണവും നടക്കാവുന്ന സമയമാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് 2 പ്രത്യക്ഷതകളുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ പറയും. ഒന്നാമത്തെ പ്രത്യക്ഷത മേഘപ്രത്യക്ഷത, രണ്ടാമത്തെ ഘട്ടം മഹത്വ പ്രത്യക്ഷതയാണ്. 2 ഘട്ടങ്ങൾ, 2 പതനങ്ങൾ എന്ന് പറയും. ദൈവത്തിന് മഹത്വം. മേഘപ്രത്യക്ഷതയിലാണ് ഉൽപ്രാപണം എന്ന് പറയുന്നത്. ഏത് സമയത്തും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട്. മാത്രമല്ല, തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഒരു നീണ്ട ഭാഗമാണ്. അവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. അന്ന് തെസ്സലോനിക്ക സഭയിൽ അവർക്ക് ചെറിയ ചെറിയ പീഡകളെല്ലാം നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഇത് മഹോപദ്രവകാലമാണോ എന്നവർ ധരിച്ചിരുന്നു. യേശു രണ്ടാമത് വന്നോ എന്നവർ ചിന്തിച്ചിരുന്നു. കർത്താവിൻ്റെ നാൾ വന്നു കഴിഞ്ഞു എന്നവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ നാൾ വന്നു കഴിഞ്ഞു എന്നുള്ള ചിന്ത തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെക്കുറിച്ചും ഉൽപ്രാപണത്തെക്കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ, പിന്നെ അടുത്ത വാക്ക് പറയുന്നത് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച്, കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നത് മേഘപ്രത്യക്ഷതയെ കുറിച്ചല്ല, മഹോപദ്രവകാലം മുതൽ ന്യായവധി വരെയുള്ളതായ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യത്തിലുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ യഹോവയുടെ നാളുമെന്നും കർത്താവിൻ്റെ നാളുമെന്ന് പറയുന്നതായ ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 20-ാം വാക്യം മാത്രം വായിക്കാം. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. അവിടെ കർത്താവിൻ്റെ നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മഹോപദ്രവകാലം മുതൽ തുടങ്ങി ദൈവത്തിൻ്റെ ന്യായവിധി വരെയുള്ള കാലമാണ്. വലുതും ഭയങ്കരവുമായ നാൾ. യോവേൽ പ്രവാചകൻ പറയുന്നത്, വലുതും ഭയങ്കരവുമായുള്ള ആ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകുമെന്നാണ്. എന്നാൽ ആ മഹോപദ്രവ കാലത്തിലൂടെയാണോ തങ്ങൾ കടന്നു പോകുന്നതെന്നുള്ള ചിന്ത അന്നത്തെ തെസ്സലോനിക്ക സഭയിലുള്ളവർക്കുണ്ടായി. വായിക്കാമോ? ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷനാകണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എതിർക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്പം കൂടി വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. വായിക്കാം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ, ദൈവമെന്നോ ആരാധനാ വിഷയമെന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സാത്താന്റെ ശക്തി കൊടുത്ത, സാത്താന്റെ സിംഹാസനം കൊടുത്ത, സാത്താന്റെ അധികാരം കൊടുത്ത എതിർക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവനാണ് അവൻ. ആരാധന ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അടുക്കൽ സാത്താൻ വന്നില്ലേ, നീ എന്നെ ഒന്ന് വീണ് വണങ്ങുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന്. അവൻ ആരാധന ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ തന്നെ അവൻ്റെതായ ആ ശക്തിയെല്ലാം കൊടുത്ത മൃഗത്തിന് ഇതേ ആഗ്രഹം തന്നെ കൊടുക്കുകയാണ്, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. വായിക്കാം. നിങ്ങളോട് കൂടെയിരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ഞാൻ 1-ാമത്തെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഉൽപ്രാപണത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ടല്ലോ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ അധർമ്മത്തിന്റെ ശക്തി, അധർമ്മത്തിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് യോഹന്നാൻ സ്ലീഹൻ പറയുന്നുണ്ട്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന്.
ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത, യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത, യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാത്ത ആത്മാക്കളൊക്കെ എതിർ ക്രിസ്തുവിന്റെ ആത്മാക്കളായെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. യേശുവിനെ രക്ഷകനെന്ന് വിശ്വസിക്കാത്ത ആത്മാക്കളൊക്കെയും. സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, നീ യേശുവിനെ രക്ഷകനെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ പ്രവൃത്തിയിൽ ഒന്ന് കാണിച്ചു തരാമോ? യേശു നിന്റെ രക്ഷകനാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനായിട്ട് നീ ജീവിതം സമർപ്പിച്ചാനേ. യേശു നിനക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മേലിൽ പാപം ചെയ്യാതെ ജീവിച്ചാനേ. യേശു നിനക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെട്ടു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ വലിയ രക്തമാണ് നിന്റെ സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ അവന്റെ കാൽക്കൽ വീണ് അനുദിനം പാപങ്ങളേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയൊരു സൃഷ്ടിയായാനേ. നീ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്നാനേ. നീ അവനായിട്ട് തന്നെ നിർമ്മലീകരിച്ചാനേ. ക്രിസ്തു എന്ന മണവാളിന് വേണ്ടിയിട്ട് മണവാട്ടി സഭയായ നാം ഓരോരുത്തരും നമ്മെ തന്നെ വിശുദ്ധീകരിച്ചാനേ. പക്ഷെ നീ വിശ്വസിക്കുന്നില്ല. നിന്റെ പ്രവൃത്തി കണ്ടാൽ കാണാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നീ യേശുവിൽ വിശ്വസിക്കുന്നവനാണെന്ന് പറയുമോ? ദൈവം അംഗീകരിക്കുമോ? നിന്റെ ജീവിതം കാണുന്ന ദൈവം, രാവും പകലും ഓരോ നിമിഷങ്ങളും നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് കാണുന്നവനായ ദൈവം നിന്നെ അംഗീകരിക്കുമോ സഹോദര? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മം പെരുകിയ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് സഹോദര, നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ രണ്ടാമത് വരുമെന്ന്? നീ ഒരുക്കത്തിലാണോ? നീ വിശുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നത്? ഇവിടെ പറയുകയാണ്, അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തടുത്തു നിർത്തുകയാണ്. അല്ലെങ്കിൽ അവൻ വെളിപ്പെട്ട് വന്നാനേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തടുത്തു നിൽക്കുന്നതുകൊണ്ടാണ് അധർമ്മത്തിന്റെ മൂർത്തിയായ പിശാച് എതിർ ക്രിസ്തു വെളിപ്പെടാത്തത് എന്ന്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇതുവരെ തടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, എടുക്കപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ആ സമയത്താണ് ഉൽപ്രാവണം നടക്കുന്നത് എന്ന്. മണവാട്ടി സഭയെ ഒരുക്കി കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോൾ ആ സമയത്ത് തന്നെ വിശുദ്ധന്മാർ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. 8 മുതലുള്ള വാക്യം വായിക്കാം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അവനെ കർത്താവായ യേശു നശിപ്പിച്ചു കളയും. തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ചു കളയും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകലശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവരും ന്യായവിധി വരേണ്ടതിന് ന്യായവിധി അവർക്ക് വരുമെന്ന് മാത്രമല്ല, അവരെല്ലാം നശിച്ചു പോകും. ഈ അധർമ്മമൂർത്തിയുടെ കീഴിലായി പോകുമെന്നാണ് പറയുന്നത്. ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർക്ക് വരുന്നതായ ഉഗ്രമായ പീഡയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ ഉൾപ്രാപണത്തെ കുറിച്ചാണ് പറയുന്നത്. വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മരണം മൂലം മാറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വ്യസനിക്കേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരാകരുത്. വായിക്കാം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ ഉൽപ്രാവണം നടക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം
നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ആകയില്ല. ക്രിസ്തുവിൽ മരിച്ചവർക്ക് മുമ്പാകിയില്ല. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരായവർ ക്രിസ്തുവിൽ മരിച്ചവർക്ക് മുമ്പാകിയില്ല എന്നാണ് അവിടെ പറയുന്നത്. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും ശ്രദ്ധിക്കണേ, ഗംഭീരനാദം എന്ന് പറയുന്നത് എന്താണ്? ആ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട്, ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഏതെങ്കിൽ കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന കാലം വരാൻ പോവുകയാണ്. പുനരുദ്ധാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് കർത്താവ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ രണ്ടാമത്തെ വരവിലെ പുനരുദ്ധാനം, അത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ ആത്മാക്കളുമായിട്ടാണ് കർത്താവ് വരുന്നതെങ്കിൽ ശവക്കല്ലറകൾ തുറക്കുമെന്ന് യേശുവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ അവരുടെ ശരീരം ജീർണിച്ചു പോയ ശരീരമായിരിക്കാം, എന്നാൽ പുതിയൊരു ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം അവർക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും പ്രധാനദൂതനായ മിഖായേലിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിലാണോ മരണം? സഹോദര, നീ എങ്ങനെ മരിച്ചു എന്നുള്ളത് വിഷയമല്ല. നീ ഒരുപക്ഷെ അപകടത്തിലായിരിക്കും മരിച്ചത്. നീ ഒരുപക്ഷെ മാരകമായ രോഗം വന്നിട്ട് അനേക നാൾ കിടപ്പിൽ കിടന്നായിരിക്കും മരിച്ചത്. അല്ല, അപ്രതീക്ഷിതമായിട്ടൊരു സമയത്തായിരിക്കും മരിച്ചത്. കുഴഞ്ഞു വീണായിരിക്കും മരിച്ചത്. പ്രിയമുള്ളവരെ, എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല, നീ ക്രിസ്തുവിലാണോ മരിച്ചത് എന്നുള്ളതാണ് വിഷയം. നീ മരിക്കുമ്പോൾ യേശുവിലാണോ? മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയാണോ? ഒരു വാക്കിലോ നടപ്പിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ ചിന്തയിലോ നിരൂപണത്തിലോ ഒരു തെറ്റും വരികില്ല എന്ന കണിശമായ തീരുമാനമുള്ള വ്യക്തിയാണോ? ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ? നീ ക്രിസ്തുവിലാണ് എങ്കിൽ നീ മരിക്കുന്നത് ക്രിസ്തുവിലായിരിക്കും. ലാസറിനെ എതിരേറ്റ് കൊണ്ടുപോകാൻ, ധനവാന്റെ ലാസറിന്റെയും സംഭവ കർത്താവ് പറയുമ്പോൾ ലാസറിനെ എതിരേറ്റ് കൊണ്ടുപോകാൻ ദൂതന്മാർ വന്നതുപോലെ ദൂതൻ അവനടുക്കൽ വന്നു. സ്വർഗത്തിൽ നിന്ന് എസ്കോട്ട് കിട്ടുകയാണ്. ഈ ഭൂമിയിൽ പീഡ അനുഭവിച്ച രോഗിയായിട്ട്, വ്രണം നിറഞ്ഞവനായിട്ട്, നായ്ക്കൾ പോലും നക്കുന്ന അവസ്ഥയിൽ കിടന്നിട്ടും ഒരു പരാതിയും പറയാത്ത മാനസാന്തരപ്പെട്ട ലാസറിനെ കൊണ്ടുപോകാൻ, ഒരു ചവടക്ക് പോലും കിട്ടാത്തവനെ കൊണ്ടുപോകാൻ വന്നത് എസ്കോട്ട്, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ എസ്കോട്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലല്ല മരിച്ചതെങ്കിൽ, ധനവാനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് ഉടനെ പറയുകയാണ് പാതാളത്തിൽ യാതന തുടങ്ങിക്കഴിഞ്ഞു. അവന്റെ ശരീരം 40 ദിവസം ഇവിടെ അലഞ്ഞെരിഞ്ഞിട്ടൊന്നുമല്ല പാതാളത്തിലേക്ക് പോയത്. അതുപോലെ തന്നെ യേശുവിന്റെ വലതുഭാഗത്തുള്ള ദുഷ്പ്രവർത്തിക്കാരൻ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ് പറഞ്ഞത്. അവന്റെ ആത്മാവ് ആ നിമിഷം യേശുവിനോടൊപ്പം പർദീസയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നീ ക്രിസ്തുവിലാണോ സഹോദര? എങ്കിൽ നീ മരിക്കുമ്പോൾ നീ എന്തിനു പേടിക്കണം? നമ്മുടെ വേണ്ടപ്പെട്ടവർ ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ എന്തിനാകുലപ്പെടണം? എൻ്റെ പിതാവ് 1 വർഷം മുമ്പ് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോയത് എന്ന്. ഞങ്ങളുടെ മുഖം വാടിയില്ല, ഞങ്ങൾ ആരും കരഞ്ഞു വിലപിച്ചില്ല. ദൈവത്തിന് മഹത്വം. ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആകുലതയില്ല. കാരണം എൻ്റെ അപ്പച്ചൻ ഒരു കാലത്ത് മാനസാന്തരമില്ലാത്ത സമയത്ത് ഗുണ്ടയായിട്ടല്ല നടന്ന വ്യക്തിയായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ക്ഷമ ചോദിച്ച് നിരപ്പായി എന്ന് മാത്രമല്ല, ഒരു മാനസാന്തരപ്പെട്ട ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ജീവിച്ചത്. ഒരു സുവിശേഷ വേലക്കാരനായിട്ടാണ് ജീവിച്ചത്. മാനസാന്തര ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്നുള്ള തീരുമാനത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്, എൻ്റെ അപ്പൻ എൻ്റെ കർത്താവിനോട് കൂടെയാണ് എന്ന്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരാണ് എങ്കിൽ വിശുദ്ധന്മാർ മാത്രം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവത്തിന് മാത്രം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, പുത്രനായ യേശുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ക്ഷീണം വരരുത്. ഏതവസ്ഥയിൽ മരിച്ചു, എപ്പോൾ മരിച്ചു, ഏത് പ്രായത്തിൽ മരിച്ചു എന്നുള്ള വിഷയമല്ല. ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ നിന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ യേശു രണ്ടാമത് വരുമ്പോൾ, വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ നിന്റെ ആത്മാവോടും കൂടെ കൂടിയായിരിക്കും കർത്താവ് വരുന്നത്. നിന്റെ ശരീരം കല്ലറകളെ തുറന്ന് ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഇനിയും പല ഭാഗങ്ങൾ പുനരുദ്ധാനത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ഒരുമ്പെടുകയാണ്. എന്നാൽ അവസാനമായിട്ട് 1-2 വാക്യം കൊണ്ട് വായിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് ഇടയനെ കുറിച്ചാണ് പറയുന്നത്.
അത് സഗരിയ പ്രവാചന പുസ്തകം 11-15 ഒന്ന് വായിച്ചു കേൾക്കാം. സഗരിയ പ്രവാചന പുസ്തകം 11-15 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ. കാണാതെ പോയവരെ അന്വേഷിക്കുന്ന ഇടയനല്ല, അത് തുമ്പുകെട്ട ഇടയനാണ്. അത് ഫൂളിഷെപ്പേഡ് എന്ന് പറയുന്ന തുമ്പുകെട്ട ഇടയനാണ്. അത് എതിർ ക്രിസ്തുവാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദൈവത്തിന് മുഖത്തും ദൈവം അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നല്ല ഇടയനെ നിരസിച്ചവർക്ക് വരുന്ന ശിക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നല്ല ഇടയനായ യേശു, ആടുകൾക്ക് വേണ്ടി ജീവൻ കളയുന്ന നല്ല ഇടയനെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ൽ ആടുകളുടെ എല്ലാം പേരറിയുന്ന, പേര് ചൊല്ലി വിളിക്കുന്ന നല്ലിടയൻ, ആടുകളെ അറിയാവുന്ന നല്ലിടയൻ. ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു. അവനോ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തിട്ടും ആ നല്ല ഇടയനായി യേശുവിനെ അനുഗമിക്കാത്തവർ ഒരു ഇടയൻ്റെ പിന്നാലെ പോകും. ആ ഇടയനെ കുറിച്ചാണ് ഇപ്പോൾ വായിച്ചത്. അത് തുമ്പ് കെട്ട ഇടയനാണ്. അത് ആട്ടിൻകൂട്ടത്തെ ആദരിക്കുകയില്ല എന്ന് മാത്രമല്ല, വായിക്കാം. മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. അവൻ നശിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നല്ലിടയനായ ക്രിസ്തു നിങ്ങളെ തേടി വന്നിട്ട് അവനായിട്ട് ജീവിതം സമർപ്പിക്കാതിരിക്കുകയാണോ എങ്കിൽ അനേകരും എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ അധർമ്മമൂർത്തി വെളിപ്പെടാൻ പോവുകയാണ്. എന്നാൽ തടുക്കുന്നവൻ മാറുമ്പോൾ മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരികയുള്ളൂ. സഹോദര, നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ അധർമ്മമുണ്ടോ? നിന്റെ ഹൃദയത്തിലേക്ക് നോക്കൂ, നിന്റെ ശരീരത്തിലേക്ക് നോക്കൂ, നിന്റെ അവയവങ്ങളിലേക്ക് നോക്കൂ, നിന്റെ കുടുംബാംഗങ്ങളിലേക്ക് നോക്കൂ, പ്രിയമുള്ളവരെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നോക്കൂ, നിങ്ങളുടെ ഇടവകയിലേക്ക് നോക്കൂ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അവന്റെ അടിമകളാണോ? നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, എന്നിലേക്ക് ഞാനും നോക്കിയാണ്. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നല്ല ഇടയനായ യേശു, അവൻ നമ്മുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, ഓമനപ്പേർ ചൊല്ലി വിളിച്ചുകൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടവനായ ക്രിസ്തു നമ്മളെ തേടി വന്ന് അവൻ്റെ ജീവൻ നമ്മൾക്ക് വേണ്ടി തന്നിട്ടും, ഹല്ലേലൂയ, അവനായിട്ട് ജീവിതം സമർപ്പിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ആ നല്ല ഇടയനോട് സ്നേഹമുണ്ടെങ്കിൽ സഹോദര, നീ പാപം ചെയ്യുകയില്ലല്ലോ. നല്ല ഇടയനോട് സ്നേഹമുണ്ടെങ്കിൽ അവനെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നീ അന്വേഷിക്കുമല്ലോ. എന്നാൽ നല്ല ഇടയനെ മാനിക്കാതെ, അവൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയാതെ, ആരായാതെ ഇന്ന് അനേകരും പാപ വഴികളിലും ലോകസുഖങ്ങളിലും ജീവിക്കുന്നുണ്ട്. നല്ല ഇടയനായ ക്രിസ്തു കരയുകയാണ്. ഇപ്പോൾ അവൻ നിന്റെ സമീപത്ത് വന്ന് നിൽക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നീ എനിക്കൊന്ന് പറയാമോ? കർത്താവേ, ഈ ലോകത്തിൻ്റെ ചപ്പുചവറുകളുടെ പിന്നാലെ നടന്ന് എൻ്റെ കാലം പോക്കി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ ജീവിതം കേൾക്കുമ്പോൾ, നിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, നിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ, എൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന വചനം കേൾക്കുമ്പോൾ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടിയിട്ടല്ലയോ, നല്ല ഇടയനായ യേശുവേ, നീ എനിക്ക് വേണ്ടിയിട്ടല്ലയോ കുരിശന്മേൽ അടികളും നിന്നയും പീഡയും എല്ലാം ഏറ്റ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും വഹിച്ചത്? എന്നിട്ട് ഞാൻ പാപത്തെ സ്നേഹിച്ചു പോയി. എന്നാൽ ഇന്ന് കുറ്റബോധത്തോടെ, ഇന്ന് അനുതാപ ഹൃദയത്തോടെ, ഇന്ന് പാപത്തോടെ നിന്റെ കുരിശിനോട്ടിലേക്കും വരികയാണ്. കർത്താവേ, നിന്റെ വിലയേറിയ രക്തം എനിക്ക് വേണ്ടിയിട്ടാണ് ചിന്തപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ആ തിരക്തം കൊണ്ട് എന്നെ കഴുകാമോ? ഞാൻ മേലിൽ പാപം ചെയ്യാതെ ജീവിച്ചോളാം. കർത്താവേ, മേലിൽ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചോളാം. ഞാൻ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. സ്വയത്തിൻ്റെ ചിന്ത പോലും എന്നിൽ ഉണ്ടാകുകയില്ല. ഈ ലോകത്തിന് അനുരൂപമായി ഒരിക്കലും ഞാൻ ജീവിക്കുകയില്ല. എൻ്റെ അറക്കപ്പെട്ട കുഞ്ഞാടാ യേശുവേ, നിന്നെ മാനിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനായിട്ട് കാണപ്പെടണം. കർത്താവേ, നിന്റെ രാജ്യത്തിൽ എനിക്ക് എത്തണം. കർത്താവേ, നിന്റെ പാദം എനിക്ക് മുത്തണം. കർത്താവേ, അതിനായിട്ട് നീ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, നിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കടത്തിൽ നിരമാറാകണമേ. ആമേൻ.